കൊത്തു പൊറോട്ട ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മളൊരു പഴംപൊരി റോള് പറഞ്ഞു കേട്ടോ. നമ്മൾ 4 പേരും വന്നിട്ടുണ്ടായിരുന്നു, മമ്മിയും അച്ചാച്ചനും അനിയനും ഞാനും, നമ്മളെല്ലാവരുമായിട്ടാണ് വന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ ഞാനാണ് കേട്ടോ ആദ്യമേ ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ കഴിക്കുന്നത് ബാക്കി 3 പേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാനൊരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും അവരുടെ കെട്ടികളൊക്കെ എടുത്ത് തുറന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. പഴംപൊരിയുടെയും ബീഫിന്റെയും ആ ഒരു പൊറോട്ടയുടെ ഒക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. പഴംപൊരിയും ബീഫും എന്ന് പറയുമ്പോൾ ഒരു കിടിലൻ കോമ്പിനേഷൻ ആണ്. ബീഫും പൊറോട്ടയും എന്ന് പറയുമ്പോഴും കിടിലൻ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇത് മൂന്നും കൂടെ ഒരുമിച്ചൊരു കോമ്പിനേഷൻ ആയ പറയണ്ടല്ലോ, അത് അതിലും കിടിലനാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത്. നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ തൊട്ട് പുറകെ ഇന്ന് ചേട്ടൻ കൊത്തു പൊറോട്ടയ്ക്ക് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അമ്മ അതിൽ തിരക്കായിരുന്നു കേട്ടോ. വൈകുന്നേരം 5 മണി മുതലാണ് ഇവിടെ പഴംപൊരിക്ക് തള്ളുകൂടി തുടങ്ങുന്നത്. അതുപോലെ തന്നെ കൊത്തു പൊറോട്ടയും നല്ല രീതിയിൽ ഓടുന്ന സാധനമാണ്. മുൻപൊക്കെ ഏറ്റവും കൂടുതൽ പൊക്കോണ്ടിരുന്നത് കൊത്തു പൊറോട്ടയായിരുന്നു. പിന്നീടാണ് ആ ഒരു ചേട്ടനും പെങ്ങളോട് ചേർന്നിട്ട് പഴംപൊരി കൊത്തു റോള് കണ്ടുപിടിച്ചത്. അപ്പൊ പിന്നെ അതിന്